എന്റെ ഭാര്യയെ കൊന്നു കളഞ്ഞല്ലോ സാർ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചില്ലേ, ഞങ്ങളെക്കുറിച്ച് ടി വിയിൽ ഇടരുത് എന്ന്. ഞങ്ങളുടെ കാര്യം നാട്ടുകാരെല്ലാരും പറഞ്ഞ് അവളോട് ചോദിക്കാതെ ചോദ്യമെല്ലാം ചോദിച്ച് മനസ്സ് തകർന്ന് തൂങ്ങി മരിച്ചു. ഭാര്യയും ഭർത്താവിന്റെ പ്രശ്നങ്ങൾ 4 ചുമര് വിട്ട് പുറത്തു പോകരുതെന്ന് അറിയാതെ തെറ്റായി തീരുമാനിച്ചു. അതുപോലെ എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എനിക്ക് 2 മക്കളാണ് ഉള്ളത്. 2 മക്കള്. മതിയാക്കൂ, ഇതോടുകൂടി എല്ലാം മതിയാക്കൂ. എന്നെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങളെ കാശിന് വേണ്ടി കൊലയ്ക്ക് കൊടുക്കരുത്. കാശിന് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്യരുത്. കൈയെടുക്കു സാർ, എന്റെ മാരേജ് കഴിഞ്ഞതാ. നിന്റെ കല്യാണം കഴിഞ്ഞോ? അതെ. ഇത് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇവിടെ വരുന്നതിന് മുൻപ് മാരേജ് കഴിഞ്ഞതാ. ഇവിടെ വരുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞോ? അതെ. അയ്യോ, ഞാൻ മിസ് ചെയ്തല്ലോ. മട്ടിയാൽ മട്ടന്, ചെക്കിയാല് ചിക്കന്, വെള്ളമുടി വന്നാലേ മാറി നിക്കട ടക്കന്ന്. നീ വലിയ മന്മത കുഞ്ചുമൊന്നുമല്ല, നിനക്ക് ഒരു നേരം കഞ്ഞി കുടിക്കാനും വഴിയുമില്ല. ഇതുപോലെ കാണിച്ചു കൂട്ടിയാൽ കൊത്ത് പൊറോട്ട. ഈ മാറ്റർ ഞാൻ MD അടുത്ത് പോയി പറഞ്ഞേ കൊടുക്കട്ട. ഞാനേ തേക്കുന്നവൻ, എനിക്ക് തേപ്പാ. ഈ ജീവിതം അടങ്ങത്തില്ലെന്നാ തോന്നുന്നേ. ഇയാളെന്തെങ്കിലും ചെയ്യണല്ലോ. എങ്ങനെയെങ്കിലും ഈ ചാനൽ വിട്ട് ഇറങ്ങണം. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മുകുലൻ, അച്ഛനാകാൻ പോകുന്നല്ലേ? എനിക്കും ഒരു ചാനലൊക്കെ ആരംഭിച്ച് വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക. അതെൻ്റെ ഒരു സ്വപ്നവും കൂടെയാ. ആ സ്വപ്നത്തിനാണ് നിങ്ങൾ ജീവൻ അർപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും തമ്മിൽ ഒറ്റയ്ക്കുള്ള രീതിയിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും. എന്ത്, നമ്മുടെ ജനങ്ങളുടെ ടാക്സ് മുഴുവനും മന്ത്രികളുടെ അടുത്തും അവരുടെ ബിനാമികളുടെ അടുത്തും കള്ളപ്പണമായി കിടക്കുകയാണ്. ഇതെല്ലാം പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും ജനങ്ങൾക്ക് തരുന്ന കയപ്പായ മരുന്നില്ലേ, നമുക്ക് തടയാൻ പറ്റും. അത് ശരിയാ. എന്തെങ്കിലും ആയിക്കോട്ടെ സാർ. നാളെ വരാൻ പോകുന്ന വാർത്ത കാരണം നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ടും നടക്കാം മുകുലൻ. ശരി സാർ, ഞാൻ എന്നാ പോട്ടെ സാർ. നാളെ കാണാം. നിങ്ങൾ എന്തായാലും വിജയിക്കും. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ മുകുലൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വന്തം പിറന്നാളിന് വലിയ കത്തി ഉപയോഗിച്ച് കേക്ക് മുറിച്ച് യുവാവ്. പോലീസിന്റെ ജാഗ്രതാ മുന്നറിയിപ്പ്. സത്യമംഗലം കാടിനുള്ളിൽ കള്ളപ്രണയിതാക്കൾ. ഡ്രോൺ ക്യാമറയുടെ നിരീക്ഷണത്തിൽപ്പെട്ടു. മദ്യലഹരിയിൽപ്പെട്ട 2 പേർ തമ്മിൽ നടുറോട്ടിൽ വെച്ച് സംഘർഷമുണ്ടായി. വഴക്കിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ തന്നെ മദ്യപാനി എന്ന് വിളിക്കാതെ കുടിക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്നായിരുന്നു അയാളുടെ മൊഴി. ഇങ്ങനെ അതിശയിപ്പിക്കുന്ന സംഭവം നടന്നത് ചങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു. പ്രധാന വാർത്തകൾ വിശദമായി. ന്യൂസ് എന്തായി സാർ? മുകുലൻ വരൂ ചിറ്റപ്പാ. ദാ വന്നു കഴിഞ്ഞു. വിളിച്ചോ മോനെ? 2 ജ്യൂസ് കൊണ്ടുവാ. എന്താ ജ്യൂസ്? ഇരിക്കും മുകുലൻ. എന്ത് ജ്യൂസാ കഴിക്കുന്നേ? ജ്യൂസ് വേണ്ട, ഒന്നും വേണ്ട, പോകുന്നുണ്ടോ? എന്തിനാ ചൂടാവണേ? തണുപ്പിക്കാൻ ഞാനൊരു ജ്യൂസ് എടുത്തിട്ട് വരാം. ജ്യൂസിനെ കുറിച്ച് ജ്യൂസ് കൊണ്ടുവരാൻ പറയുന്നു. ആദ്യം സമാധാനത്തോടെ പറയുന്നത് കേൾക്ക്. ഇന്നലെ എല്ലാവരും വീട്ടിലോട്ട് പോയതിനു ശേഷം ഞാനൊന്ന് ആലോചിച്ചു നോക്കി. ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ആയ അതിൻ്റെ പരിണിത ഫലം എന്തൊക്കെയാണെന്ന് നല്ലതുപോലെ ആലോചിച്ചു. അതിനുശേഷം നല്ലൊരു തീരുമാനത്തിൽ വന്നത്. ഇന്ദിരവർമ്മയുടെ പുറകിൽ വലിയൊരു രാഷ്ട്രീയ സപ്പോർട്ട് തന്നെയുണ്ട്. ഹലോ, ആരാ? മിസ്റ്റർ ഇന്ദിരവർമ്മൻ, ഞാൻ ആരെന്നറിയാവോ? ആരാടാ നീ? ഞാൻ പറയുന്നത് ആദ്യം ടെൻഷൻ ഇല്ലാതെ കേൾക്കാൻ നോക്ക്. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെയാ. നിങ്ങളുടെ ഓരോരോ പ്രോപ്പർട്ടി ഷൂട്ട് ചെയ്തിട്ട് അവസാനം നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസറും തമ്മിൽ സംസാരിച്ച ഡീല് വരെയും ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ ഞാനാണ്. നീയാണോ? കോൾ ഇന്ദിരവർമ്മൻ, ഡീല് സംസാരിച്ചാലോ? ഇല്ലെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് എല്ലാ ചാനലും നിങ്ങളുടെ ന്യൂസ് ഫ്ലാഷ് ആവും. പറയാം. നീ ഗോഡൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നില്ലേ, ആദ്യ 40 കോടി. ജയ് TV MD സുന്ദര പാണ്ഡ്യൻ. ടിവിക്കാരനാണല്ലേ? നീ
നീ അബദ്ധത്തിലെങ്ങാനും ഇത് ടെലികാസ്റ്റ് ചെയ്ത നേരത്തെ ഞങ്ങൾ കത്തിച്ച ചാനലിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? അതുപോലെ തന്റെ ചാനലും കത്തി ചാമ്പലാവും. സൂക്ഷിച്ചോ. മുഗലൻ, ഞാൻ നന്നായിട്ട് ആലോചിച്ചു നോക്കി. എൻ്റെ തീരുമാനം ശരിയായിരുന്നു. അവനെ എതിർക്കാനായിട്ട് ആൾബലോ പണബലോ നമ്മുടെ കയ്യിലില്ല. ഒന്നാമതേ നമ്മളെ ചാനൽ നഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാശ് നമുക്ക് അത്യാവശ്യമാണ് മുഗലൻ. ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്ന രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ചാനലിൻ്റെ പാർട്ട്ണറായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് മുഗലൻ. നിങ്ങൾ ഈ ചാനലിൻ്റെ പാർട്ട്ണറാണ്. ഇതേപോലെ വേറൊരു വാർത്തയും കൂടി എടുത്താ നിങ്ങൾ എന്നെ വീട്ടിലെ വർക്കിംഗ് പാർട്ട്ണർ ചേർക്കോ മിസ്റ്റർ സുന്ദര പാണ്ഡ്യൻ? മുഗലൻ, എന്തോന്നാ പറയുന്നേ? പിന്നെന്താടോ, മിലിറ്ററിനും പോലീസിനും ആളെടുക്കുന്ന പോലെ കൊള്ളയടിക്കാനും ആളെ ചേർക്കണോ? എന്നെ പോലെ കാശിനെ ആഗ്രഹിക്കുന്ന മൃഗങ്ങളുള്ളത് കൊണ്ടാണ് കാശ് എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നത്. തീവ്രവാദികൾ എല്ലാ സ്ഥലങ്ങളിലും ബോംബ് വെക്കുന്നത്. ഒരു സാധാരണ മാധ്യമപ്രവർത്തകനായി സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്ത് അവൻ തരുന്ന 500,000 വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ വയ്യ. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കർഷക കുടുംബത്തിൽ ജനിച്ചവനാ സാർ ഞാൻ. അവരുപെട്ട കഷ്ടങ്ങളെല്ലാം ഞാനും അനുഭവിച്ചിട്ടുണ്ട് സാർ. കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയക്കാർ ആൾക്കാരെ പറ്റിച്ച് വോട്ടും വാങ്ങി MLA MP ആയി. അവർക്ക് ഒന്നും ചെയ്യാതെ അവർ കൃഷി ചെയ്ത് നെല്ല് കൊണ്ടുവന്നിടുന്ന പത്തായത്തില് അവരുടെ കള്ളക്കാശ് നിറച്ചു വച്ചിരിക്കുകയാണ്. എന്താ സാർ, ഇവരെ പോലെയുള്ള ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളെ പോലെയുള്ള ആളുകൾ കാശ് വാങ്ങുന്ന ബ്രോക്കറായല്ലോ സാർ. ഡോ നിർത്തടോ. ശരി തന്നെ, എനിക്ക് ആദ്യം കാശും ബിസിനസ്സുവാ, ബാക്കിയെല്ലാം പിന്നെയാ. താൻ എന്ത് ചെയ്യുന്ന? കാശെന്ന് വെച്ചാ അങ്ങനെയാണെങ്കിൽ ഭാര്യയെ പോലും. എന്താണോ പറയുന്നത്? ഇതിന്റെ കോപ്പിയാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിന്റെ ഒറിജിനൽ എൻ്റെ കയ്യിലാണ്. ഇതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാൻ പോകുന്നില്ല. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രമുഖ TV റിപ്പോർട്ടർ മുകിലന്റെയും ഭാര്യയുടെയും ആത്മഹത്യയെക്കുറിച്ചാണ്. ആരാണ് ഈ മുകിലൻ? പ്രമുഖ റിപ്പോർട്ടർ മുകിലിനെ കണ്ടാലുടനെ രാഷ്ട്രീയക്കാരും മറ്റു പല പ്രമുഖരും ഭയന്നോടാറുണ്ട്. തന്റെ ആശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് എതിരെ നിൽക്കുന്നവന്റെ നാവിൽ നിന്നും സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ മിടുക്കനായിരുന്നു മുകിലൻ. തന്റെ ജീവിതത്തിലേക്ക് ഒരു അനാഥയായ പെൺകുട്ടി വരണമെന്ന് മുകിലൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മുകിലൻ അനാഥ മന്ദിരത്തിൽ നിന്നും ഒരു ഊമയായ പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചു. അത്രയും നന്മയുള്ള ഹൃദയത്തിന്റെ ഉടമയായ മുകിലൻ തന്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ഈ ലോകത്തിന് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കേട്ടോ രാമൂർത്തി, രണ്ടുപേരും ആത്മഹത്യ വളരെ ചെയ്തെന്ന് സന്തോഷം. സന്തോഷായില്ലേ? നിക്ക് വേൽമുരുക, എടുത്തോണ്ട് വാടാ. ശരി ഏട്ടാ. രാമൂർത്തി, നിങ്ങൾക്കുള്ളതാ, എടുത്തോണ്ട് വെക്കോ. അയ്യോ, എനിക്ക് പണം വേണ്ട.